കൈ തൊട്ടാൽ എനിക്കറിയാം ആരാണ്? ഒരു കുസൃതി കൊടുക്ക, ശോഭ. ഈ ചേച്ചി ഒരു ജീനിയസാ. അല്ലെങ്കിൽ ഞാൻ തൊട്ടോടനെ എങ്ങനെ മനസ്സിലായി? യാത്ര പറയാൻ സമയമായവർക്ക് മുൻകൂട്ടി പല കാര്യങ്ങളും മനസ്സിലാകും. ഓഹോ, ചേച്ചി ആശുപത്രിയിൽ നിന്ന് പോകാൻ പോവാണോ? വെരി ഗുഡ്. ഞാൻ ചേച്ചിയുടെ വീട്ടിൽ വന്ന് ചേച്ചിയെ കാണും. ഞാൻ വീട്ടിലേക്കല്ല പോകുന്നത്. ആ, എന്നാ ചേച്ചിയുടെ ഭർത്താവിന്റെ വീട്ടിൽ വന്ന് ചേച്ചിയെ കാണും. അതിനും ദൈവടയാക്കില്ല. ഈ ചേച്ചി ഒരു ശുണ്ടിയാ. എന്ത് പറഞ്ഞാലും ഇല്ല ഇല്ല ഇല്ല. എനിക്ക് ഈ ജീവിതത്തിൽ ഒന്നുമില്ല ശോഭ. ഉറ്റവരുമില്ല, ഉടയവരുമില്ല. ഭർത്താവില്ലേ? ഉണ്ട്. മക്കളില്ലേ? ഒരു മകളും ഉണ്ട്. അവരെല്ലാം എവിടെ? എല്ലാവരും എന്നെ വിട്ടുപോയി. അവസാനം ഞാൻ തനിച്ച് ആശുപത്രിയിലുമായി. കാരണം? അറിയാം, നീ മാത്രമാണ് അവസാന സമയത്ത് എനിക്ക് സ്നേഹിക്കാൻ കിട്ടിയ കൊച്ചനുജത്തി ശോഭ. ഞാൻ വളർന്നു വന്നത് ഒരു പണക്കാരന്റെ വീട്ടിലാണ്. എന്റെ അച്ഛൻ ആ മുതലാളിയുടെ കാര്യസ്ഥനായിരുന്നു. മക്കളില്ലാത്ത മുതലാളി എന്നെ ഒരു മകളെ പോലെ സ്നേഹമായിട്ടാണ് കരുതിയത്. എന്റെ കഷ്ടകാലം എന്റെ അച്ഛൻ മരിച്ചു. ഞാൻ പ്രായമായപ്പോൾ മുതലാളി എന്നെ ഒരു ടീച്ചർ ദാമോദരക്കുറുപ്പ് സാറിനെ കൊണ്ട് വിവാഹം കഴിപ്പിച്ചു. നല്ല സ്നേഹമുള്ള ഭർത്താവ്, പക്ഷേ പരമശുദ്ധൻ. അദ്ദേഹത്തിന്റെ ചേച്ചി ഒരു ഭയങ്കരി. എന്നെ ഇഷ്ടപ്പെട്ടതേയില്ല. ആ സ്ത്രീ എന്നെ പലതരത്തിലും കഷ്ടപ്പെടുത്തി. മുതലാളിയോട് പണം വാങ്ങിക്കൊണ്ട് വരണമെന്ന് പറഞ്ഞ് പലപ്പോഴും എന്നെ ഹിംസിച്ചു. ഇതിനെല്ലാം എന്റെ ഭർത്താവ് മൗനമായി ഇരുന്നതേ ഉള്ളൂ. ഞങ്ങൾക്കൊരു കുഞ്ഞ് ജനിച്ചു. ആ ചേച്ചിക്ക് എന്നോട് കൂടുതൽ വൈരാഗ്യമായി. ആ ഇടയ്ക്ക് മുതലാളിക്ക് ദീനം കലശലാണെന്ന് പറഞ്ഞ് ഒരാൾ വന്നു. പക്ഷേ ഞാൻ പോകാൻ പാടില്ലെന്ന് ചേച്ചി ആജ്ഞാപിച്ചു. ഞാൻ കേട്ടില്ല. എന്നെ വളർത്തി ഈ നിലയിൽ കൊണ്ടുവന്നു എന്റെ ദൈവത്തെ കാണാൻ ഞാൻ പുറപ്പെട്ടു. അദ്ദേഹം മരിച്ചു. അന്ത്യകർമ്മങ്ങളെല്ലാം കഴിഞ്ഞു. കണ്ണുനീരോടെ ഞാൻ എന്റെ ഭർത്താവിന്റെ വീട്ടിൽ വന്നു. ഇതിനിടയിൽ ആ ഹൃദയമില്ലാത്ത സ്ത്രീ എന്റെ ഭർത്താവിന് പലതും പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചു. എനിക്കും ആ മുതലാളിക്കും രഹസ്യബന്ധമുണ്ടെന്ന് പോലും എന്റെ ഭർത്താവിനെ പറഞ്ഞ് വിശ്വസിപ്പിച്ചു. എന്നെ വീട് വിട്ടു പോകാൻ ആജ്ഞാപിച്ചു. ഞാൻ നിസ്സഹായിയായി. എന്റെ ഏകാവലംബമായ ഭർത്താവിനെ നോക്കി ചേച്ചിയുടെ ചൽപ്പടിക്കാടുന്ന അദ്ദേഹം ഒന്നും തന്നെ മിണ്ടിയില്ല. ഞാൻ മാപ്പ് പറഞ്ഞ് നിലവിളിച്ചു, കാല് പിടിച്ച് യാചിച്ചു. ആ സ്ത്രീ എന്നെ തലമിടിക്ക് ചുറ്റിപ്പിടിച്ച് വെളിയിലേക്ക് തള്ളി. എന്റെ മകളെ എനിക്ക് വേണമെന്ന് പറഞ്ഞു. പക്ഷെ ആ സ്ത്രീ നിർദ്ദയമായി എന്നെ അടിച്ചു. എന്റെ കഴുത്തിന് പിടിച്ച് വീടിന് വെളിയിൽ ഇറക്കി വിട്ടു. പക്ഷേ ദൈവം എന്നെ കൈവിട്ടില്ല. അമ്മാവന്റെ സ്വത്തെല്ലാം എനിക്ക് എഴുതി വെച്ചിട്ടാണ് മരിച്ചത്. ഞാനിതവരെ അറിയിച്ചില്ല. അറിയിച്ച് എന്നെയും കൊന്ന് ഈ സ്വത്തെല്ലാം അവര് കൈക്കലാക്കുമെന്ന് എനിക്കറിയാമായിരുന്നു. ചേച്ചി ഒന്നുകൊണ്ടും പേടിക്കണ്ട. ഞാൻ തന്നെ ചേച്ചിയെ ഭർത്താവിന്റെയും മകളുടെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകും. അതും സാധ്യമല്ല കുഞ്ഞെ. ചേച്ചി ചുമ്മാതിരെ. നിങ്ങളെ 3 പേരെയും ഒന്ന് ചേർത്തിട്ടേ ഞാൻ എന്റെ വീട്ടിലേക്ക് പോകൂ. ശോഭ,
എന്റെ സമയമെടുത്തു ഈ സൂക്കേടിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്താൻ ആർക്കും സാധ്യമല്ല. നീ എനിക്കൊരു ഉപകാരം ചെയ്യുമോ? എന്താ ചേച്ചി പറയണം? ഈ സ്വത്തല്ല ഞാൻ നിന്നെ ഏൽപ്പിക്കുന്നു. എന്റെ മകളെയും ഭർത്താവിനെയും ആ രാക്ഷസിൽ നിന്ന് നീ രക്ഷിക്കണം. ചേച്ചി, എനിക്ക് അതിനുള്ള കഴിവുണ്ടോ? ഈ അന്ത്യസമയത്ത് എന്റെ ആഗ്രഹം നിറവേറ്റാൻ നീ മാത്രമേ ഉള്ളൂ ശോഭേ. പറയൂ, നീ എന്നെ സഹായിക്കൂ. പറയൂ ശോഭേ. ശരി ചേച്ചി, സത്യം ചെയ്ത് പറ. ചേച്ചിയാണ് സത്യം. ഞാൻ ചേച്ചിയുടെ ആഗ്രഹം നിറവേറ്റാം. അനിയത്തി, ഇനി എനിക്ക് മനഃശാന്തിയോടെ മരിക്കാം. ചേച്ചിക്കൊന്നും സംഭവിക്കില്ല. ചേച്ചിയുടെ ഉറങ്ങും. ദൈവമേ, എന്റെ ചേച്ചിയെ രക്ഷിക്കണേ. നോ പ്രസാദ്, ഞാനിത് വിശ്വസിക്കില്ല. ഈ റിപ്പോർട്ട് മറ്റേതോ രോഗിയുടേതാണ്. ഡോക്ടർ, ഇത് ശോഭയുടെ റിപ്പോർട്ട് തന്നെയാണ്. ശോഭയ്ക്ക് ബ്ലഡ് ക്യാൻസർ. ഇനി അധികകാലം ജീവിക്കയില്ല. ശോഭ പരമാവധി 6 മാസം ജീവിക്കാം, അത്രമാത്രം. ഡോക്ടർ, ഞാനിതെങ്ങനെ ശോഭയോട് പറയും? അവളെ പ്രാണനെ പോലെ സ്നേഹിക്കുന്ന അച്ഛനമ്മമാരോട് പറയും. We can only sympathize with her, doctor, but we cannot change her destiny. ഡോക്ടർ, ശാന്തിക്ക് സീരിയസാ. ശോഭേ, ശോഭ ഉറങ്ങിയില്ലേ? ഉറക്കം വരുന്നില്ല. ശാന്തി മരിച്ച സങ്കടമായിരിക്കും. ശോഭേ, നേരത്തെ പോയവരെല്ലാം ഭാഗ്യശാലികളാണ്. അടുത്തു തന്നെ പോകാനുള്ളവരും ഭാഗ്യശാലികളല്ലേ അങ്കിൾ? ശോഭ എന്താ